യെസ്. സാധാരണ നമ്മൾ പ്ലൈവുഡ് വാങ്ങുമ്പോഴത്തേക്ക് സാധാരണ ഇപ്പോഴത്തെ OEMസും പിന്നെ അതുപോലെ നമ്മുടെ കിച്ചൺ കബോർഡ് ആണെങ്കിലും വാർഡ്രോബ് ആണെങ്കിലും നമ്മൾ ഇന്നർലി യൂസ് ചെയ്യുന്ന ഒരു മൈക്കാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. അത് 0.72 mm തിക്നെസ്സിലാണ് വരുന്നത്. അപ്പോൾ പ്ലൈവുഡ് നമ്മളിപ്പോൾ സാധാരണ ഒരു നോർമൽ ഗ്രേഡിലുള്ള പ്ലൈവുഡ് മേടിച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ 0.72 mm മൈക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നറിന് വേണ്ടിയുള്ള നമുക്ക് നമ്മുടെ കിച്ചൺ കബോർഡിലാണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ നമ്മുടെ വാർഡ്രോബിലാണെങ്കിലും നമുക്ക് ഇന്നറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് മൈക്കാണിത്. അപ്പോൾ ഇത് വരുന്നത് ഒരു ഗ്ലോസി ഡിസൈനാണ്. പിന്നെ ഇതെല്ലാം വരുന്നത് ചെറിയൊരു ഫാബ്രിക് ഡിസൈൻ ടൈപ്പുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പോകുന്നത് നമുക്ക് ഇന്നർ മൈക്കാണ്. നമ്മുടെ കിച്ചൺ കബോർഡിലും പിന്നെ അതുപോലെ നമുക്ക് വാർഡ്രോബിലൊക്കെ വരുന്ന ടൈപ്പുള്ള ഇന്നർ മൈക്കാണ്. അപ്പോൾ അത് 0.72 mm തിക്നെസ്സാണ് വരുന്നത്. അപ്പം നമുക്ക് ഇത് ഇൻസൈഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് വലിയ തിക്നെസ് വേണമെന്നില്ല. 0.72 mm. അപ്പോൾ 0.72 mm നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബഡ്ജറ്റും നമുക്ക് വളരെയധികം നമുക്ക് കുറഞ്ഞ് കിട്ടും. സാധാരണ നമുക്ക് 0.7 to 1 mm 1.5 mm ഒക്കെയാണ് നമുക്ക് ലാമിനേറ്റ്സ് ഉള്ളത്. അപ്പോൾ 1.5 mm ലാമിനേറ്റ്സ് ഒക്കെയാണ് നമ്മൾ അതിൻ്റെ പുറത്ത് നമ്മുടെ വാർഡ്രോബിൻ്റെ പുറത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻസൈഡ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് 0.72 mm മതി. അപ്പോൾ അതിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസൈൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. താങ്ക് യു.